കത്തോലിക്ക സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലുമായി കേരളത്തിലെ മുതിർന്ന രൂപതാധീശനും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ദീപിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശമുള്ളത്. എറണാകുളം അങ്കമാലി രൂപതയിൽ ഏകീകൃത കുർബാനയ്ക്കെതിരെ നിന്ന വിമതരുമായി പോപ്പുലർ ഫ്രണ്ട് ബന്ധം പുലർത്തിയിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതാണ് മാർ താഴത്തിന്റെ പരാമർശം. നവമി ദിനേശ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. നവമി, വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ്. കാരണം കത്തോലിക്ക സഭയിലെ ഈ കുർബാന തർക്കം വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ഒരു പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു ഗ്രൂപ്പ് ഇടപെട്ടു എന്ന ആക്ഷേപം, അദ്ദേഹം ഈ ആക്ഷേപം സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? എന്ത് തെളിവുകളുടെ, എന്ത് വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആൻഡ്രൂസ് താഴത്തിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? അതിൻ്റെ സാഹചര്യം എന്താണ്? സജിത്ത്, ദീപിക മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അത് പോപ്പുലർ ഫ്രണ്ടിനെയും RSSനെയും വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം അഭിമുഖം നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘടിച്ചു നിൽക്കുന്ന സഭാവിഭാഗത്തെ ഭിന്നിപ്പിച്ച് തകർക്കാമെന്ന് ചില തീവ്രവാദ സംഘടനകൾ കണക്ക് കൂട്ടുന്നതായാണ് അദ്ദേഹം പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ റെയ്ഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം പറയുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതികളിൽ ചിലത് സിറോ മലബാർ സഭ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഇടയിലും ചില തീവ്രവാദ മനോഭാവമുള്ളവരുണ്ട്. ഇവരെയാണ് പരോക്ഷമായി, അല്ലെങ്കിൽ ഇവരെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെക്കുന്നത്. അവരിലൂടെ നുഴഞ്ഞു കയറി ഈ സഭയെ തന്നെ ഭിന്നിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനുള്ളത് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വർഗീയത വളർത്തുന്നതിൽ ചില രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ക്രൈസ്തവരിൽ വർഗീയത സൃഷ്ടിക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘടനകൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനകളുടെ പിന്തുണയുണ്ടെന്നാണ് തന്റെ നിരീക്ഷണം. ഓരോ വർഷവും കഴിയുന്തോറും കേരളത്തിലടക്കം തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാകുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത്, RSS വേറൊരു ഭാഗത്ത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും ഈ ക്രൈസ്തവരുടെ കുറവ്, അത് വലിയ പ്രത്യാഘാതമായിരിക്കും സഭയിൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു. ഒരുപാട് പേർക്ക് വിവാഹം നടക്കുന്നില്ല. 12ാം ക്ലാസ് എത്തിയാൽ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയാൽ മതിയായി. ഇതൊക്കെ വലിയ രാഷ്ട്രീയമായി തന്നെ സഭയ്ക്ക് തന്നെ വലിയൊരു തിരിച്ചടി ആയിരിക്കും ഉണ്ടാകുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും പോപ്പുലർ ഫ്രണ്ടിനെയും RSSനെയും രൂക്ഷമായി വിമർശിക്കുക കൂടിയാണ് മാർ ആൻഡ്രൂസ് താഴത്ത്. അതിൽ നമുക്കറിയാം, ഈ കുർബാന ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വലിയ തർക്കം തന്നെയായിരുന്നു ഈ സിറോ മലബാർ സഭയുടെ കീഴിൽ നടന്നിരുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന വിവിധ വിഭാഗത്തെ പിന്തുണച്ചത് ഈ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. അത് ഒരു ഉദ്യോഗസ്ഥൻ, ഈ പോപ്പുലർ ഫ്രണ്ടിൽ റെയ്ഡ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നാണ് തനിക്ക് വിവരം ലഭിച്ചത്. അവരുടെ ഉദ്ദേശം തന്നെ ഈ സഭയെ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിക്കുക, ഒന്നിച്ചു പോകുന്ന ക്രൈസ്തവ സഭയെ ഭിന്നിപ്പിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവം നടക്കുന്ന, അതായത് ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുന്ന ആളുകളിലേക്ക് നുഴഞ്ഞു കയറി അവരിലേക്ക് വലിയ രീതിയിൽ സഭയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ വലിയൊരു വർഗീയത നാട്ടിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ സംഘടനകളും പിന്തുണ നൽകുന്നുണ്ട്. രാഷ്ട്രീയക്കാരും അതിൽ പിന്തുണ നൽകുന്നുണ്ട്. അതിലൊന്ന് RSS കൂടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ദീപിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ. നവമി, ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു പിളർപ്പിന്റെ വക്കിൽ പുതിയൊരു സഭ തന്നെ രൂപീകരിക്കപ്പെട്ടേക്കാം, ഏതൊരു ക്രൈസ്തവ വിഭാഗം തന്നെ രൂപീകരിക്കപ്പെട്ടേക്കാം എന്ന തോന്നൽ ഉളവാക്കിയതാണ്. പക്ഷേ അവിടെ നിന്നാണ് പിന്നീട് വെടിനിർത്തൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരായ ആരോപണത്തിനും അപ്പുറം RSSനെയും ഈ വിഷയത്തിൽ, അതായത് രൂപതയിലെ ഈ കുർബാന തർക്ക വിഷയത്തിൽ RSSന്റെ കൂടി ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടോ? അതോ PFIയുടെ ബന്ധം മാത്രമാണോ അദ്ദേഹം ആക്ഷേപമായി ഉന്നയിക്കുന്നത്?
അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജിത്ത്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയ്ക്കെതിരെ നിന്ന വിമതർ അവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നതൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ് തനിക്ക് അറിയാവുന്നത്. ഇതൊരു കുൽസിത നീക്കമായിട്ടാണ് ഇതിന് പിന്നിലുള്ളത്. കേരളത്തിലെ ഏറ്റവും സംഘടിതമായ സമുദായമായ സിറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതായിരുന്നു PFIയുടെ ലക്ഷ്യം. അതിനെ ഒറ്റക്കെട്ടായി തോൽപ്പിക്കുമെന്ന് മാർ ആൻഡ്രൂസ് താഴത്തിൽ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ RSSനെ കൂടി വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയത്. അതിൽ ക്രൈസ്തവരിൽ വർഗീയത സൃഷ്ടിക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘടനകൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനയുടെ പിന്തുണയുണ്ടെന്നാണ് തന്റെ നിരീക്ഷണം. ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിലടക്കം തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാകുകയാണ്. അത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി എന്നും മറ്റൊന്ന് RSS എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ RSSനെ കൂടി രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് ഈ കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ വളർച്ച, അതിന് പിന്തുണ നൽകുന്നതിൽ ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്, അതിൽ ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ പാർട്ടികളിൽ ഒന്ന് തന്നെയാണ് RSS എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിനെയും RSSനെയും രണ്ടുപേരെയും വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നത്. ഇത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.